ജലാശയങ്ങളിലെ കുളവാഴ ശല്യത്തിന് ശാശ്വത പരിഹാരം തേടി കൊച്ചിയിൽ ഹയാക്കോൺ 1.0 രാജ്യാന്തര സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. ജെയിൻ സർവകലാശാലയുടെ ഫ്യൂച്ചർ കേരള മിഷന്റെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജലാശയങ്ങളിൽ കുളവാഴകൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്നതിനും അവയുടെ ഫലപ്രദമായ മൂല്യവർദ്ധനവിനുള്ള നൂതന മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി കൊച്ചി ജെയിൻ സർവകലാശാലയുടെ ഫ്യൂച്ചർ കേരള മിഷൻ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സമ്മേളനമാണ് ഹയാക്കോൺ 1.0. ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി ക്യാമ്പസിൽ നടക്കുന്ന ത്രിദിന സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കുളവാഴയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. And lake, this menace and this disturbance. But in running water it is not there, the rivers in the running water it is not there. And this brackish water, more than 50% this salty. It cannot survive this water highs and seawater also it is not possible. കുളവാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും അനുബന്ധ യന്ത്ര സാമഗ്രികളുടെയും പ്രദർശനം ഇന്ത്യൻ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ള ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി കൊച്ചി ജെയിൻ സർവകലാശാലയും സ്വിഫ്റ്റും തമ്മിലുള്ള അക്കാദമിക് ധാരണാപത്രം കൈമാറി. ഫ്യൂച്ചർ കേരള മിഷൻ ചെയർമാൻ പ്രൊഫസർ വേണു രാജമണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ള, രമേശ് ചെന്നിത്തല MLA, ഹൈബിയുടൻ MP, ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ്, ജെയിൻ യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജെ ലത തുടങ്ങിയവർ സംസാരിച്ചു. കുളവാഴകളുടെ ഫലപ്രദമായ വിനിയോഗം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയ്ക്കുള്ള നൂതന മാർഗങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ വിവിധ സെഷനുകളിൽ കുളവാഴ നിർമ്മാർജ്ജനത്തെക്കുറിച്ചും അതിന്റെ വ്യവസായ സാധ്യതകളെക്കുറിച്ചും ദേശീയ രാജ്യാന്തര വിദഗ്ധർ സംസാരിക്കും. ജനം, കൊച്ചി.